ഇവിടെ കൂടിയിരിക്കുന്നത് ഉത്സവവുമായി 1926 പൊങ്കാല മഹോത്സവവുമായി അതിന്റെ നടത്തിപ്പ് ക്രമീകരണങ്ങളെ പറ്റി വിശദമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാവരിലും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യോഗം തുടങ്ങിയത്. എല്ലാവർക്കും അറിയാം, ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവം ഈ മാസം 23-ാം തീയതി 5:30 വൈകുന്നേരം കാപ്പുകെട്ടി കുടിയിരുത്തി ചടങ്ങുകളോടുകൂടി ആരംഭിക്കുകയാണ്. അന്ന് തന്നെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് അംബാ പുരസ്കാരം ഡോക്ടർ മോഹൻലാലിന് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് മാസം 3-ാം തീയതിയാണ് ലോകപ്രശസ്തമായ പൊങ്കാല മഹോത്സവം. അന്ന് രാവിലെ 9:45 അടുപ്പ് കെട്ട് പൊങ്കാലക്കാർക്ക് ക്ഷേത്രത്തിൽ നിന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. അന്ന് ഇന്ന് 2:15 പൊങ്കാല നീരീറ്റം നടത്തുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ പൊങ്കാല മഹോത്സവ ദിവസം തന്നെ ചന്ദ്രഗ്രഹണം നടക്കുന്നു എന്നുള്ള ഒരു വിശേഷം കൂടെ ഇതിലുണ്ട്. അപ്പം ജ്യോതിഷ വിധി പ്രകാരം ഉച്ചയ്ക്ക് 3:10 മുതൽ 7 മണി വരെ ദേവീ ദർശനം ഭക്തർക്ക് നൽകാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ 3 മാസമായിട്ട് ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ഒത്തുചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ, ശ്രീ വാസവൻ അവർ, ബഹുമാനപ്പെട്ട മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ, തിരുവനന്തപുരം കളക്ടർ, ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ നോഡൽ ഓഫീസറായ അസിസ്റ്റന്റ് കളക്ടർ എന്നിവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള അവലോകന യോഗം നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്ഥലത്ത് നിന്നും നൽകുകയും ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഏകദേശം ഒരു രൂപത്തിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അതിന്റെ ആചാരങ്ങളെ പറ്റിയും ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തനങ്ങളെ പറ്റിയും എന്തൊക്കെ ഭക്തജനങ്ങളെ അറിയിക്കണം എന്നുള്ളതിനെ പറ്റിയും എന്റെ സുഹൃത്തുക്കളായ ഔദ്യോഗിക അംഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്.